ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം 32 അധ്യായത്തിൻ്റെ 7 തിരുവചനത്തിൽ യഹൂദയുടെ രാജാവായ ഹിസ്കിയാവ് തൻ്റെ പടത്തലവന്മാരെയെല്ലാം അരികിൽ വിളിച്ചുകൂട്ടി അവരോട് പറയുന്ന ഭാഗമാണ്: ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. അശൂർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷന്മാരെയും ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൻ്റെ ആത്മാവിന്ന് നമ്മെ ഓരോരുത്തരെയും ഓർപ്പിക്കുന്നത് ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹിസ്കിയാവ് എന്ന രാജാവിന് ഇത്രയും ധൈര്യം വരുവാനുള്ള കാരണം അവൻ തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നന്മയും ന്യായവും സത്യവും പ്രവർത്തിച്ചതുകൊണ്ട്. മുൻപിൽ ഉയർന്ന പ്രതിസന്ധിയുടെ മുൻപിൽ നിൽക്കുന്ന വെല്ലുവിളിയുടെ മുമ്പിൽ, അപായ സൂചനയുടെ മുമ്പിൽ പതറുവാനിടയായില്ല. മറിച്ച് തൻ്റെ ദൈവമായ യഹോവയിലുള്ള ധൈര്യവും തൻ്റെ ദൈവമായ യഹോവയിലുള്ള ആശ്രയവും അവനെ ശക്തനാക്കുക മാത്രമല്ല, തൻ്റെ കൂടെയുള്ളവരെ കൂടെ ബലപ്പെടുത്തുവാൻ ഉപകരിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു പ്രതിസന്ധിയുടെ നാൾവഴികൾ ഉണ്ടാകാം. പക്ഷേ ആ പ്രതിസന്ധിയുടെ നാൾവഴികളിൽ പതറിപ്പോകാനോ ക്ഷീണിച്ചു പോകുവാനോ അല്ല, ആ പ്രതിസന്ധിയുടെ നാൾവഴികളെ എങ്ങനെ ജയിക്കണമെന്ന് അറിയേണ്ടതിന് ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ വഴി നടത്തുവാൻ യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ട യോശുവയുടെ ജീവിതത്തിൽ ഇപ്പോൾ മുൻപിൽ നിൽക്കുന്ന പ്രശ്നം യോർദാൻ അക്കരെ കടക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവമായ യഹോവയിൽ ആശ്രയിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന യോശുവയ്ക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക: ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. ദാവീദിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, തൻ്റെ കൂടെയുള്ളവരുടെ കുടുംബത്തെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ അമാലോക്യർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. ആരെയും കൊന്നില്ല, പക്ഷേ അവരുടെ നന്മകളൊക്കെ തീ വെച്ച് ചുട്ടുകളഞ്ഞ് അവരെ കൊള്ള ചെയ്തു കൊണ്ടുപോകുമ്പോൾ, ദാവീദിന് എതിരായി സകലരും തിരിഞ്ഞപ്പോഴും, എല്ലാം എതിരായി നിൽക്കുമ്പോഴും, പ്രതികൂലമായപ്പോഴും, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ, ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിച്ച നിലവാരത്തിൽ കാര്യങ്ങൾ പോകണമെന്നില്ല. എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന് ഹിതകരമായ കാര്യങ്ങൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ ഉയർന്നു വരുമ്പോൾ പതരാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറുക. നമ്മുടെ മുൻപിലെ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ദൈവത്തിൽ നിന്ന് നമുക്ക് വഴികൾ തുറന്നു തരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ പതറുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തൻ ഉറപ്പുണ്ട്. യഹോവ ഭക്തന്മാർക്ക് ദൃഢധൈര്യമുണ്ട്, നിശ്ചയം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്കെതിരെ ഉളവാകുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയക്കാതെ, ഉളവാകുന്ന വെല്ലുവിളികളെ ഓർത്ത് ഭാരപ്പെടാതെ, ഉളവാകുന്ന ജീവിത സാഹചര്യത്തിലെ പ്രശ്നഭരിതമായ അന്തരീക്ഷത്തെ ഓർത്ത് ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിക്കുന്നവരാകുക. അങ്ങനെയെങ്കിൽ മുൻപോട്ട് പോകാനുള്ള വഴിയും നമ്മെ ധൈര്യപ്പെടുത്തുന്ന ദൈവകൃപയും നമ്മുടെ മേൽ പകർന്നു തരും. ഏത് പ്രതിസന്ധിയിലും ഒരു ഭക്തനെ തളരാതെ നിർത്തുന്നത് ദൈവത്തിൻ്റെ കൃപയാണെങ്കിൽ, ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് നോക്കാം. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഭയപ്പെടണ്ട. നമ്മെ ഒരു നാളും ഉപേക്ഷിക്കാത്ത കർത്താവിൻ്റെ കരം നമ്മെ ജയോത്സവമായി നടത്തുവാനുണ്ട്. നമുക്ക് പോകേണ്ട വഴി പറഞ്ഞു തരുന്ന ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.